ഹായ് ഹലോ എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെപ്റ്റംബർ മാസത്തിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ്, ഓരോ വീക്കിലെ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സും വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടുങ്ങളല്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വേർ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് ഇൻ ദ വേൾഡ് ഫൗണ്ട്? അതായത് ലോകത്തെ ഖനനം ചെയ്തെടുത്തവയിൽ ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ വജ്രക്കല്ല് എവിടെയാണ് കണ്ടെത്തിയത്? വേർ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് ഇൻ ദ വേൾഡ് ഫൗണ്ട്? റൈറ്റ് ആൻസർ ബോട്സ്വാന. തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലാണ് ലോകത്ത് ഖനനം ചെയ്തെടുത്തവയിൽ ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ വജ്രക്കല്ല് കണ്ടെത്തിയത്. കരോഗരിയിൽ നിന്ന് 2492 ക്യാരറ്റ് ഡയമണ്ട് കണ്ടെത്തിയതായി കനേഡിയൻ വജ്രഖനന കമ്പനിയായ ലുമാറ ഡയമണ്ട് കോർപ്പറേഷൻ ആണ് അറിയിച്ചത് കേട്ടോ. 1905 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഖനനം ചെയ്ത 3106 ക്യാരറ്റ് ആണ് ഏറ്റവും വലുപ്പമുള്ള വജ്രക്കല്ല്. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 2492 ക്യാരറ്റ് ഉള്ള ഡയമണ്ട് ആണ്. ആദ്യം എവിടെ നിന്നാണ് കിട്ടിയത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നായിരുന്നു. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ്. ഓക്കെ, ഇത് ബ്രിട്ടീഷ് രാജ കുടുംബത്തിലെ ആഭരണ ശേഖരത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് എവിടെയാണ് കണ്ടുപിടിച്ചത്? ബോട്സ്വാനയിലാണ് കണ്ടുപിടിച്ചത്. ആദ്യത്തെ എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഓക്കെ, 1905. ഇപ്പൊ 2024 രണ്ടാമത്തെ ഏറ്റവും വലിയ ഖനനം ചെയ്തെടുത്ത വജ്രക്കല്ലുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രക്കല്ല് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ്? തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്: വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന റീയൂസബിൾ ചെയ്യാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ്? അതിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്? റൈറ്റ് ആൻസർ ഈസ് റൂമി 1, റൂമി ഫസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റ് 24 കേട്ടോ അത് വിജയകരമായി വിക്ഷേപിച്ചത്. സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി സ്പേസ് ഓൺ ഇന്ത്യ ആണ് ഹൈബ്രിഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. ചെന്നൈക്ക് സമീപമുള്ള മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് 3 ഉപഗ്രഹങ്ങളെ 80 കിലോമീറ്റർ അകലത്തിലുള്ള നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം പാരഷൂട്ടിന്റെ സഹായത്തോടെ 7 മിനിറ്റിലാണ് മടങ്ങിയെത്തിയത്. ഓക്കെ, അപ്പൊ എന്താണ് പേര്? റൂമി 1 അല്ലെ. റൂമി 1 ഈസ് ദ ഇന്ത്യസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്. അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്: ഹു ഈസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് നാസ്കോം? അതായത് നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദ്യം. നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ഒരു മലയാളിയാണ്. മലയാളി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ കൂട്ടായ്മയാണ് കേട്ടോ നാസ്കോം എന്ന് പറയുന്നത്. അതിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് മലയാളി ആയിട്ടുള്ള സിന്ധു ഗംഗാധരനാണ് നിയമിതനായിട്ടുള്ളത്. ഓക്കെ, സാപ്പ് ലാബ്സ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു സിന്ധു. നിലവിലെ നാസ്കോം വൈസ് ചെയർപേഴ്സൺ ആണ് സിന്ധു. നാസ്കോം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജേഷ് നമ്പ്യാൽ എന്നാണ് സിന്ധു ഗംഗാധരൻ ചുമതല ഏറ്റെടുക്കുന്നത്. കോഗ്നിസൻ മുൻ CMDയും മലയാളിയുമായ രാജേഷ് നവംബറിലാണ് പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം: വെൻ വാസ് ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ഡേ ആഘോഷിച്ചത്? എന്നാണ്? ഓഗസ്റ്റ് 23. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? എന്തായിരുന്നു? ചന്ദ്രയാൻ മിഷന്റെ ആനിവേഴ്സറി ഓഫ് സക്സസ്ഫുൾ ചന്ദ്രയാൻ മിഷൻ, അതായിരുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെന്താണ് അതിന്റെ തീം? എന്താണ് നാഷണൽ സ്പേസ് ഡേയുടെ തീം? എന്താണെന്ന് അറിയാമോ? ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നായിരുന്നു എന്റെ ടീം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ആണ്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആനിവേഴ്സറി ഓഫ് സക്സസ്ഫുൾ ചന്ദ്രയാൻ മിഷൻ ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, അതും നാസ്കോമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം? നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം ആരാണ്? രാജേഷ് നമ്പ്യാർ ആണ്. ഓക്കെ, രാജേഷ് നമ്പ്യാർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം. ചോദ്യം, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് യൂണിയൻ ഹോം സെക്രട്ടറി?
അതായത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഗോവിന്ദ് മോഹനാണ്. ഗോവിന്ദ് മോഹൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെയാണ് നിയമിച്ചിട്ടുള്ളത്. 5 വർഷം ആഭ്യന്തര സെക്രട്ടറി പദവി വഹിച്ച അജയ് കുമാർ ഭല്ല വിരമിക്കുന്നതോടെയാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സെക്രട്ടറിയായ ഗോവിന്ദ് മോഹന്റെ നിയമനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇഡിയുടെ മേധാവായി രാഹുൽ നവീനെയും നിയമിച്ചിട്ടുണ്ട്. സഞ്ജയ് കുമാർ മിശ്ര വിരമിച്ച ശേഷം 1 വർഷമായി ഇഡിയുടെ ആക്ടിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു രാഹുൽ നവീൻ. ഓക്കെ, 7ാമത്തെ ചോദ്യമാണ് ഹു ഈസ് ദ ഫുട്ബോളർ ഹു ഹോൾഡ് ദ റെക്കോർഡ് ഫോർ ഫാസ്റ്റസ്റ്റ് ടു ഗെറ്റ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്. യൂട്യൂബിൽ അതിവേഗം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം? 10 ലക്ഷം അല്ലെ. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചതിനുള്ള റെക്കോർഡ് നേടിയ ഫുട്ബോൾ താരം ആരാണ്? എല്ലാവർക്കും അറിയാം. പോർച്ചുഗീസ് ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അല്ലെ യൂട്യൂബിൽ അതിവേഗം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചിട്ടുള്ള റെക്കോർഡ് നേടിയത്. 90 മിനിറ്റിനുള്ളിൽ റൊണാൾഡോയുടെ യൂട്യൂബ് അക്കൗണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കി. ക്രിപ്റ്റോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഹാംസ്റ്റർ കോബറ്റ് സൃഷ്ടിച്ച യൂട്യൂബ് റെക്കോർഡാണ് മറികടന്നത്. അതായത് 7 ദിവസം കൊണ്ടാണ് ഹാംസ്റ്റർ കോബറ്റ്, ക്രിപ്റ്റോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഹാംസ്റ്റർ കോബറ്റ് 7 ദിവസം കൊണ്ടാണ് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിയത്. എന്നാൽ 90 മിനിറ്റിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിയിട്ടുള്ള യൂട്യൂബ് താരം അല്ലെങ്കിൽ ഫുട്ബോൾ താരമായിരുന്നു ഇപ്പോൾ യൂട്യൂബ് താരമായി മാറിയിരിക്കുകയാണ്. ആരാണ്? റൊണാൾഡോയാണ് അല്ലേ. അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നാഷൻസ്. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നാഷൻസ്. ആരാണ്? പി ഹരീഷ് ആണ്. പി ഹരീഷ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നാഷൻസ്. അടുത്തതും ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫുൾ ടൈം ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിയിലെ ഫുൾ ടൈം ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ആയത്, നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫുൾ ടൈം ഡയറക്ടർ ഓഫ് ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി. ആരാണ്? രാഹുൽ നവീൻ. നമ്മൾ പറഞ്ഞുള്ളൂ, രാഹുൽ നവീനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ രാഹുൽ നവീൻ വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫുൾ ടൈം ഡയറക്ടർ ഓഫ് ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സഞ്ജയ് കുമാർ മിശ്ര വിരമിച്ച ശേഷം 1 വർഷമായി ഇഡിയുടെ ആക്ടിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആര്? രാഹുൽ നവീൻ. രാഹുൽ നവീനെ എന്തായിട്ടാണ് നിയമിച്ചത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി ആയിട്ടാണ് രാഹുൽ നവീനെ നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. പ്രേരണ പ്രോഗ്രാം റീസെന്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? പ്രേരണ പ്രോഗ്രാം, വാർത്തകളിലൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രേരണ പ്രോഗ്രാം ഏത് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ഏത് മിനിസ്ട്രിയാണ്? റൈറ്റ് ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. പ്രേരണ പ്രോഗ്രാം റീസെന്റ്ലി സീൻ ദ ന്യൂസ് ഈസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. പ്രേരണ പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ചോദ്യം. ഹു ഹാസ് വോൺ ദ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ദ ഹയസ്റ്റ് വിഷ്വൽ മീഡിയ അവാർഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ബൈജു ചന്ദ്രനാണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ബൈജു ചന്ദ്രൻ. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 1984 ദൂരദർശനിൽ ചേർന്ന അദ്ദേഹം 1985 ജനുവരി 2 സംപ്രേഷണം ചെയ്ത മലയാള ടെലിവിഷനിലെ ആദ്യ വാർത്താ ബുള്ളറ്റിന്റെ പ്രൊഡ്യൂസറാണ്. ഓക്കെ, 2021 അദ്ദേഹം വിരമിച്ചത്. അപ്പൊ TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ബൈജു ചന്ദ്രൻ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ഹു ഈസ് ദ തേർഡ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി? ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? അതിഷിയാണ് അല്ലെ. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? അതിഷിയാണ്. AAPയുടെ ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും കൂടിയാണ് അതിഷി എന്ന് പറയുന്നത്. ഓക്കെ, അരവിന്ദ് കെജ്രിവാളിന് പകരം ഡൽഹിയെ നയിക്കാനുള്ള നിയോഗം അതിഷിക്കാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്.
സെപ്റ്റംബർ 17 രാവിലെ ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി സമ്മേളനത്തിന് ശേഷമാണ് അതിഷിയെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തെരഞ്ഞെടുക്കാൻ നേതൃത്വം പ്രഖ്യാപിച്ചത്. വൈകിട്ട് 4:30 ലഫ് ഗവർണർ VK സക്സേനയുടെ ഔദ്യോഗിക വസതിയിൽ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങൾക്കൊപ്പം എത്തിയ അരവിന്ദ് കെജ്രിവാളും രാജിക്കത്ത് കൈമാറി. പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് അതിഷി നൽകി. ഈ മാസം, അതായത് സെപ്റ്റംബർ മാസം 26-27 തീയതികളിൽ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ലഫ് ഗവർണറോട് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. അതിനു മുൻപ് തന്നെ അതിഷി സ്ഥാനമേൽക്കും. മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുമെന്നും നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന മൂന്നാമത്തെ വനിതയാവും അതിഷി. 43 വയസ്സാണ് അതിഷിക്ക്. കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത്, BJPയുടെ സുഷമ സ്വരാജ് എന്നിവരാണ് മുൻപ് ഈ പദവിയിലെത്തിയിട്ടുള്ള വനിതകൾ. AAPയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്? അതിഷി തന്നെയാണ്. ഡൽഹിയില് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ രാജിവെച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം മാർച്ചില് മന്ത്രിസ്ഥാനത്തെത്തിയ അതിഷിയാണ് നിലവില് റവന്യൂ, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള 14 വകുപ്പുകൾ, എത്രയാണ്? 14 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാകും താൻ അധികാരത്തിൽ തുടരുകയെന്നും AAP വീണ്ടും ജയിച്ചാൽ കെജ്രിവാൾ തന്നെയാകും വീണ്ടും മുഖ്യമന്ത്രിയുമെന്ന് അതിഷി വ്യക്തമാക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? അതിഷി എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ രാജ്യത്തെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഡൽഹിയില് മൂന്നാമത്തെ വനിത, അതുപോലെ തന്നെ രാജ്യത്ത് 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? അതിഷി എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സുജേത കൃപലാനി ആയിരുന്നു. സുജേത കൃപലാനി ആയിരുന്നു രാജ്യത്തെ ആദ്യ വനിതാ മുഖ്യമന്ത്രി. അത് UPയിലായിരുന്നു കേട്ടോ. നിലവിലെ ഏക വനിതാ മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ് അല്ലെ. ബംഗാൾ 2011 മുതൽ അവിടുത്തെ വനിതാ മുഖ്യമന്ത്രി ആര് തന്നെയാണ്? മമതാ ബാനർജി തന്നെയാണ്. കൂടുതൽ കാലം ഭരിച്ച വനിതാ മുഖ്യമന്ത്രിയോ ഷീലാ ദീക്ഷിത്താണ്. ഡൽഹിയില് 15 വർഷമാണ് ഭരിച്ചത്. 1998 തൊട്ടിട്ട് 2013 വരെ. അപ്പൊ കൂടുതൽ കാലം ഭരിച്ച വനിതാ മുഖ്യമന്ത്രി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഷീലാ ദീക്ഷിത്. എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു അല്ലെ. ഏറ്റവും കുറഞ്ഞ കാലം വനിതാ മുഖ്യമന്ത്രിമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? രാജ്യത്തെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി എന്ന് പറഞ്ഞു. ഡൽഹിയിൽ ഈ പദവിയിലെത്തുന്ന മൂന്നാമത്തെ വനിതയാണെന്ന് പറഞ്ഞു. ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാന്നാ പറഞ്ഞേ? സുജേത കൃപലാനിയാണെന്ന് പറഞ്ഞു അല്ലെ. നിലവിലെ ഏക മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്ന് പറഞ്ഞു. കൂടുതൽ കാലം ഭരിച്ചത് ആരാണ്? ഷീലാ ദീക്ഷിത്താണ്. എന്നാൽ കുറഞ്ഞ കാലം, അതായത് 23 ദിവസം തമിഴ്നാട്ടിലാണ്. ആരാണ്? ജാനകി രാമചന്ദ്രനാണ് കേട്ടോ. ജാനകി രാമചന്ദ്രൻ. കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിത ആരാണ്? കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിത ജയലളിതയാണ് കേട്ടോ. ജയലളിതയാണ് കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിട്ടുള്ള വനിത. 5 തവണയാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അപ്പൊ കൂടുതൽ വനിതാ മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ഡൽഹിയാണ്. സുഷമ സ്വരാജും ഷീലാ ദീക്ഷിത്തും ഇതേതിപ്പോ അതിഷിയും. അപ്പോൾ കൂടുതൽ വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഡൽഹി തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ ജാനകി രാമചന്ദ്രൻ. ജാനകി രാമചന്ദ്രൻ മലയാളിയാണ്. പക്ഷെ എവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. കോട്ടയം വൈക്കം സ്വദേശിനിയാണ് ജാനകി രാമചന്ദ്രൻ. എന്താണ് പ്രത്യേകത? ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വനിത അല്ലെ. 23 ദിവസം. എവിടെയായിരുന്നു? തമിഴ്നാട്ടിലായിരുന്നു. മലയാളിയാണ്, കോട്ടയംകാരിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. Which state has stopped the national level food security system? അതായത് ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ആൻസർ ആണ്. കാരണം എന്താണ്? കേരളമാണ്. ഓക്കെ. ഭക്ഷ്യസുരക്ഷാ സൂചികയില് ദേശീയ തലത്തിൽ തുടർച്ചയായ 2ാം വർഷവും കേരളത്തിന് 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. ട്രോഫിയും പ്രശസ്തി ഫലകവുമായ പുരസ്കാരം ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയിൽ നിന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ ഏറ്റുവാങ്ങി. ഓക്കെ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത് കേട്ടോ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളായ ഭക്ഷ്യസുരക്ഷാ പരിശോധന, സാമ്പിൾ ശേഖരണം, സാമ്പിൾ പരിശോധന, പ്രോസിക്യൂഷൻ കേസുകൾ, LLBN അംഗീകാരമുള്ള ലാബുകളിലെ എണ്ണം, ലാബുകളിലെ പരിശോധന മികവ്, മൊബൈൽ ലാബിന്റെ പ്രവർത്തനം, ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഭക്ഷ്യ സംരംഭങ്ങൾക്കും നൽകിയ പരിശീലനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ
തുടങ്ങി 40ഓളം മേഖലകളിലെ പ്രവർത്തന മികവാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പൊ ചെറിയ കാര്യമല്ല അല്ലെ, ഭക്ഷ്യസുരക്ഷയിൽ ഒന്നാമത് എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ലെ. കഴിഞ്ഞ വർഷം 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന തമിഴ്നാട് ഇത്തവണ 2-ാം സ്ഥാനത്താണ്. ജമ്മു കാശ്മീരാണ് 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം 60 പോയിന്റിൽ കൂടുതൽ നേടിയ ഏക സംസ്ഥാനവും ഏത് തന്നെയായിരുന്നു? കേരളം തന്നെയായിരുന്നു. വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ വിച്ച് സ്റ്റേറ്റ് ഹാസ് ടോപ്പ് ദ നാഷണൽ ലെവൽ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം? കേരളം. ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറെ അധികം അപ്പോയിന്റ്മെന്റ് ഉണ്ട്, സ്പോർട്സ് റിലേറ്റഡ് ന്യൂസുകളുണ്ട് അല്ലെ. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹു ഈസ് അപ്പോയിന്റഡ് ആസ് എ കേരള ചീഫ് ജസ്റ്റിസ്? കേരള ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജംദാർ ആണ് കേട്ടോ. നിതിൻ ജംദാർ ആണ് കേരള ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? ജസ്റ്റിസ് നിതിൻ ജംദാറിനെ നിയമിച്ചു. നിലവിൽ ബോംബെ ഹൈക്കോടതി ജഡ്ജിയാണ് കേട്ടോ. ഡൽഹി, മദ്രാസ്, മധ്യപ്രദേശ് എന്നിവ ഉൾപ്പെടെ 8 ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസ് നിയമനത്തിനുള്ള സുപ്രീം കോടതി കൊളീജിയം ശുപാർശയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ആർ ശ്രീരാമാണ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ജൂലൈയിലാണ് സുപ്രീം കോടതി കൊളീജിയം ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസ് നിയമനത്തിനുള്ള ശുപാർശകൾ കേന്ദ്രത്തിന് കൈമാറിയത്. കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാൻ വൈകിയത് ചർച്ചയായിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയിലെ സോലംപൂർ സ്വദേശിയായ ജസ്റ്റിസ് നിതിൻ ജംദാർ 2012 ജനുവരിയിലാണ് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിതനാകുന്നത്. അതിനു മുൻപ് കേന്ദ്ര സർക്കാരിന്റെ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിരുന്നു. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 15ാമത്തെ ചോദ്യം. ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ദ ചീഫ് ഓഫ് എയർഫോഴ്സ്? അതായത് വ്യോമസേന മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. ആരെയാണ്? അമർപ്രീത് സിംഗിനെയാണ്. എയർ മാർഷൽ അമർപ്രീത് സിംഗ് വ്യോമസേനയുടെ പുതിയ മേധാവിയാകും. നിലവിൽ ഉപമേധാവിയാണ് കേട്ടോ. നിലവിലെ സേനാ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ VR ചൗധരിയുടെ പിൻഗാമിയായി 30-ന് ചുമതലയേൽക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 5000 മണിക്കൂറിലേറെ യുദ്ധവിമാനങ്ങൾ പറത്തി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. നാഷണൽ ഡിഫൻസ് അക്കാദമി, ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ്, നാഷണൽ ഡിഫൻസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ എയർ മാർഷൽ AP സിംഗ് 1984 ഡിസംബർ 21-നാണ് വ്യോമസേനയുടെ ഫൈറ്റർ വിഭാഗത്തിൽ സേവനം ആരംഭിക്കുന്നത്. പരിശീലകനായും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം മോസ്കോയിലെ MiG-29 യുദ്ധവിമാനങ്ങളുടെ നവീകരണ ഘട്ടത്തിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ടീമിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. UPയിലെ സെൻട്രൽ എയർ കമാൻഡിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1-നാണ് വ്യോമസേന ഉപമേധാവിയായിട്ട് നിയമിതനാകുന്നത്. ഇപ്പോഴിതാ എന്തായി? വ്യോമസേന മേധാവിയായിട്ട് മാറിയിരിക്കുകയാണ്. ആര്? അമർപ്രീത് സിംഗ്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. ഹു ഈസ് എ CPM ജനറൽ സെക്രട്ടറി ഹു പാസ്ഡ് അവേ റീസെന്റ്? ഈയിടയ്ക്ക് അന്തരിച്ച, പദവിയിലിരിക്കെ ഈയിടയ്ക്ക് അന്തരിക്കുന്ന ആദ്യത്തെ CPM ജനറൽ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഇടത് രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായിരുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പദവിയിലിരിക്കെ അന്തരിക്കുന്ന ആദ്യത്തെ CPM ജനറൽ സെക്രട്ടറി. 72 വയസ്സായിരുന്നു അല്ലെ. 1952 ഓഗസ്റ്റ് 12-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു പേര്, ഫുൾ നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം സീതാറാം എന്നായിരുന്നില്ല, സീതാരാമ റാവു എന്നായിരുന്നു. എന്നാൽ ആ ജാതി പേര്, അതിലെ ജാതിവാൽ മുറിച്ചാണ് പിന്നീട് സീതാറാം എന്നാക്കി മാറ്റിയത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ചേർന്നോടെ ഇടത് വിദ്യാർത്ഥി രാഷ്ട്രത്തിലെത്തിയ യെച്ചൂരി 1984 SFI ദേശീയ പ്രസിഡന്റ് ആവുകയാണ് ഉണ്ടായത്. 32 വയസ്സ് മാത്രമുള്ളപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായ യെച്ചൂരി 1992 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2015 മുതൽ തുടർച്ചയായി 3 തവണ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പദവിയിലിരിക്കെ അന്തരിക്കുന്ന ആദ്യത്തെ CPM ജനറൽ സെക്രട്ടറിയാണ് ആര്? സീതാറാം യെച്ചൂരി. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഹു ഈസ് ദ റെസിപ്പന്റ് ഓഫ് ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ്? ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡിന് അർഹനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഈ ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമാണ് എന്ത്? ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ് എന്ന് പറയുന്നത്. ആ പുരസ്കാരത്തിന് അർഹനായത് മൈക്ക് പാണ്ഡെയാണ്. ചലച്ചിത്രകാരനും പ്രകൃതി സംരക്ഷണ പ്രവർത്തകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ആ ഡോക്യുമെന്ററിയാണ് ഈ തിമിംഗലങ്ങളുടെ സംരക്ഷണത്തിന് നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇടയാക്കാനുണ്ടായ ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിയുടെ പേരെന്ന് പറയുന്നത് ഷോർട്സ് ഓഫ് സൈലൻസ് വെയിൽ ഷാർക്സ് ഇൻ ഇന്ത്യ എന്ന ഡോക്യുമെന്ററിയാണ്
തിമിംഗലങ്ങളുടെ സംരക്ഷണത്തിലുള്ള നയരൂപീകരണത്തിന് ഇടയാക്കിയ ഒരു ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് ജാക്സൺ വൈൽഡ് ലെഗസി പ്രൈസ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ജാക്സൺ വൈൽഡ് ലെഗസി പ്രൈസ് എന്ന് പറയുന്നത്? വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ജാക്സൺ വൈൽഡ് ലെഗസി പ്രൈസ് എന്ന് പറയുന്നത്. അത് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? മൈക്ക് പാണ്ഡേക്കാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്കീം വിച്ച് പ്രൊവൈഡ്സ് ഫ്രീ ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ് ഓഫ് ₹5 lakh per annum to all people above 70 years of age in the country? അതായത് രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആയുഷ്മാൻ ഭാരത് എന്നാണ് കേട്ടോ. അതിന് സെപ്റ്റംബർ 11-നാണ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മുതിർന്ന പൗരർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല. 6 കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള 4.5 കോടി കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് കേന്ദ്ര വിഹിതമെന്ന നിലയിൽ 3437 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് എന്നാണ്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. വെൻ ഈസ് നാഷണൽ ഹിന്ദി ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് നാഷണൽ ഹിന്ദി ഡേ എന്നാണ്? സെപ്റ്റംബർ 14-നാണ് നാഷണൽ ഹിന്ദി ഡേ എന്ന് പറയുന്നത്. എന്നാണ്? സെപ്റ്റംബർ 14-നാണ്. അപ്പം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ഡേ ആണെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 15-ന്റെ പ്രത്യേകത എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് സെപ്റ്റംബർ 15. അതുപോലെ തന്നെ സെപ്റ്റംബർ 7 സ്വച്ഛ് വായു ദിവസമാണ് കേട്ടോ. സെപ്റ്റംബർ 7 എന്ന് പറയുന്നത് സ്വച്ഛ് വായു ദിവസ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. റീസെന്റ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് 17 സെപ്റ്റംബർ ആസ് പ്രജാപാലന ഡേ? അപ്പൊ 17 സെപ്റ്റംബർ, നമ്മൾ 14 സെപ്റ്റംബർ ഏത് ദിവസമാണ് പറഞ്ഞു? നാഷണൽ ഹിന്ദി ഡേ എന്ന് പറഞ്ഞു. 15 സെപ്റ്റംബർ എന്താ പ്രത്യേകത? ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞു. ഇനി ഇതാ ഏത് സ്റ്റേറ്റ് ആണ് സെപ്റ്റംബർ 17 പ്രജാപാലന ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കറണ്ട് അഫയേഴ്സ് ആണ്. പോകുന്നത് ഏത് സ്റ്റേറ്റ്, ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ്? റൈറ്റ് ആൻസർ ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് 17 സെപ്റ്റംബർ ആസ് പ്രജാപാലന ഡേ. 17 സെപ്റ്റംബർ ആസ് പ്രജാപാലന ഡേ. ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേകത എന്താണ്? ഭാഷാടിസ്ഥാനത്ത് നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. നിലവിൽ വന്നത് എപ്പോഴാണ്? 1953 ഒക്ടോബർ 1-നാണ് നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ് അല്ലെ. ഏതൊക്കെ പേരിലാണ് ആന്ധ്രാപ്രദേശ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ നെല്ലറ, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രത്നഗർഭ എന്ന അപരനാമത്തിൽ, കൊഹിനൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയമണ്ട് ആണ്, അപ്പൊ രത്നഗർഭ എന്ന പേരോടെ വരുന്നുണ്ട്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അപ്പൊ ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര, കൊഹിനൂർ, രത്നഗർഭ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നീ പേരുകളെല്ലാം അറിയപ്പെടുന്ന ഭാഷാടിസ്ഥാനത്ത് നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നെല്ലറ എന്ന് ആന്ധ്രാപ്രദേശ് അറിയപ്പെടാനുള്ള കാരണം. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നാണ് ആന്ധ്രാപ്രദേശ് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ്. ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് തന്നെയാണ്.
പഞ്ചായത്ത് രാജ് സംവിധാനം വഴി നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ടി സ്ഥാപിതമായ സംസ്ഥാനമാണെന്ന് പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം. അപ്പൊ ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിന്റെ തനത് കലാരൂപം ഏതാണ്? കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി രൂപം കൊണ്ട ആന്ധ്രാപ്രദേശിലെ ജില്ല എന്ന് പറയുന്നത് കൃഷ്ണ ജില്ലയാണ്. ആ ജില്ലയുടെ പേര് തന്നെ കുച്ചിപ്പുടി ഗ്രാമം എന്നാണ് കേട്ടോ. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപം കുച്ചിപ്പുടിയാണ്. അത് രൂപം കൊണ്ടത് ഒരു ജില്ലയിൽ നിന്നാണ്, കൃഷ്ണ ജില്ലയാണ്. ആ കൃഷ്ണ ജില്ലയിൽ എന്താണ് കൃഷ്ണ ജില്ല അറിയപ്പെടുന്ന പേര്? കുച്ചിപ്പുടി ഗ്രാമം എന്നാണ്. ശ്രദ്ധിക്കുക, ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1956 നവംബർ 1 നിലവിൽ വന്നത്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എന്താണ്? പോറ്റി ശ്രീരാമലു എന്നാണ് കേട്ടോ. പോറ്റി ശ്രീരാമലു എന്നാണ്. സംസ്ഥാന മൃഗം ഏതാണ്? കൃഷ്ണമൃഗമാണ്. ബ്ലാക്ക് ബക്ക് കൃഷ്ണമൃഗമാണ്. സംസ്ഥാന പക്ഷി റോസ് റിംഗ്സ് പാരാക്കീറ്റ് ആണ്. സംസ്ഥാന വൃക്ഷം വേപ്പാണ്. സംസ്ഥാന പുഷ്പം എന്താണ്? മുല്ലയാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് സിംബൽസിനെ കുറിച്ച് പറയാനുള്ളത്. സംസ്ഥാന മൃഗം കൃഷ്ണമൃഗം ബ്ലാക്ക് ബക്ക്, സംസ്ഥാന പക്ഷി റോസ് റിംഗ്സ്, സംസ്ഥാന വൃക്ഷം വേപ്പ്, സംസ്ഥാന പുഷ്പം മുല്ല. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന മേജർ തുറമുഖങ്ങളിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമായിട്ടുള്ള, ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമായിട്ടുള്ള വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് അല്ലെ. വിശാഖപട്ടണത്തിന്റെ പ്രത്യേകതകൾ വേറെ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിലവിൽ വന്നത് വിശാഖപട്ടണത്തിലാണ്. കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നതും എവിടെ തന്നെയാണ്? വിശാഖപട്ടണത്തിൽ തന്നെയാണ്. ഇങ്ങനൊരു ചോദ്യം PSCക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ് കാക്കിനാഡ. രണ്ടാം മദ്രാസ് എന്നറിയപ്പെടുന്ന കാക്കിനാഡ. 1923 നടന്ന INC സമ്മേളനത്തിന്റെ വേദിയായിരുന്നു കാക്കിനാഡ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ നഗരം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലവും ഏത് തന്നെയാണ്? കാക്കിനാഡ തന്നെയാണ്. അപ്പോൾ വിശാഖപട്ടണത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നു. മേജർ തുറമുഖങ്ങളിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് അല്ലെ. ഇത്രയും പ്രത്യേകതകളാണ് വിശാഖപട്ടണത്തിനുള്ളത്. അതുപോലെ തന്നെ കാക്കിനാഡ എന്താണ്? രണ്ടാം മദ്രാസ് എന്നറിയപ്പെടുന്നു. 82 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ്. 1923 നടന്ന INC സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? കാക്കിനാഡയായിരുന്നു. ഫെർട്ടിലൈസർ നഗരം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ് ഏത്? കാക്കിനാഡ. ക്ലിയർ? ഒരു 3 പേരുടെ പേര് പറയാം, അതൊന്ന് ഓർത്തു വെക്കണം. D പ്രകാശം, നീലം സഞ്ജീവ റെഡ്ഡി, കൃഷ്ണദേവരായർ. ആരൊക്കെയാണ് ഈ 3 പേര്? ആരൊക്കെയാണ്? D പ്രകാശം നമുക്കറിയാലോ, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് D പ്രകാശം. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് D പ്രകാശമാണോ? അല്ല, അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി T പ്രകാശം. ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൃഷ്ണദേവരായർ. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൃഷ്ണദേവരായർ. ആരാണ് പോറ്റി ശ്രീരാമലു? ആരാണ്? അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഒരു ജില്ലയുണ്ട് കേട്ടോ. ആ ജില്ലയുടെ പേരാണ് നെല്ലൂർ ജില്ല. നെല്ലൂർ ജില്ല. ഓക്കെ, പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെപ്റ്റംബർ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹു ഈസ് എ CPM ജനറൽ സെക്രട്ടറി ഹു പാസ്ഡ് അവേ റീസെന്റ്? സീതാറാം യെച്ചൂരി അല്ലെ. പദവിയിലിരിക്കെ അന്തരിക്കുന്ന ആദ്യത്തെ CPM ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി എന്ന് നമ്മൾ പറഞ്ഞു. ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ് നേടിയത് ആരാണ്? അത് എന്താണ്? വന്യജീവി പരിസ്ഥിതി മേഖലയുള്ള ആഗോള പുരസ്കാരമാണ് ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം എന്ന് പറയുന്നത്. അത് നേടി മൈക്ക് പാണ്ഡെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആനുകൂല്യം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആയുഷ്മാൻ ഭാരത് എന്നാണ് അല്ലെ.
സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ഡേ ആണെന്ന് പറഞ്ഞു. സ്വച്ഛ് വായു ദിവസ് എന്നാണ്. സ്വച്ഛ് വായു ദിവസ് സെപ്റ്റംബർ 7-നാണ്. സെപ്റ്റംബർ 15 എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ആണ് നമ്മൾ പറഞ്ഞത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ആണ്. അതുപോലെ തന്നെ പ്രജാപാലന ഡേ എന്നാണ്? സെപ്റ്റംബർ 17-നാണ്. അപ്പോൾ സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ഡേ, സെപ്റ്റംബർ 15 ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, സെപ്റ്റംബർ 17 എന്താണ്? 17 പ്രജാപാലന ഡേ. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് സെപ്റ്റംബർ 17 പ്രജാപാലന ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? അത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞല്ലേ, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് 17 സെപ്റ്റംബർ ആസ് പ്രജാപാലന ഡേ അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 30 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.